നമ്മുടെ ആസ്റ്റർ മീൻസ് കോട്ടക്കലും അതേപോലെ തന്നെ ആസ്റ്റർ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതൊരു വോളണ്ടിയേഴ്സ് എന്ന വലിയൊരു സംഘടനയാണ്. അപ്പോൾ അതും പിന്നെ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ്, ആസ്റ്റർ മീൻസിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ധരായ രോഗികൾക്ക് അതിലുള്ള നമ്മളെ കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് ഒരു ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത് ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു കാര്യം. ഇത് സുവിസ്പർശം എന്ന പേരിലാണ് നമ്മൾ ആ ഒരു പരിപാടിയെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കാര്യം പറയുമ്പോൾ അറിയാം, സമൂഹത്തിൽ ഒട്ടനവധി സാമ്പത്തിക പ്രയാസമുള്ള ആളുകൾ കേൾവി പരിമിതിയുമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതില് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം വെച്ചെങ്കിൽ പല സ്ഥലത്തും ഡോക്ടേഴ്സിനൊന്നും കാണാതെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രയാസം എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പം ഒരു കേൾവി പരിമിതി എന്ന് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ അത് ഹിയറിംഗ് എയ്ഡ് പോലുള്ള അല്ലെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പ്രയാസം നീക്കാൻ പറ്റുന്ന കേൾവിയുടെ പ്രയാസങ്ങൾ ഉണ്ടാവും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതല്ലെങ്കിൽ ജന്മനായുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുകയെങ്കിൽ നിർദ്ധരായ രോഗികൾക്ക് അല്ലെ ആളുകൾക്ക്, കുടുംബത്തിലുള്ള ആളുകൾക്ക്, അത് BPL ഇതിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ അവര് എന്ത് ചെയ്യുക, ഒരു ഫ്രീ കൺസൾട്ടേഷൻ നമ്മൾ ENT ഡിപ്പാർട്ട്മെന്റ് ഒരു ഫ്രീ കൺസൾട്ടേഷൻ കൊടുത്ത് അതില് ഈ ഹിയറിംഗ് എയ്ഡ് വേണ്ട ആളുകളെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അതിൽ ഹിയറിംഗ് എയ്ഡിന്റെ കാര്യം വെച്ചെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി പലതരത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ അത് ഒരിക്കലും നമുക്ക് ആർക്കും അത് നിർദ്ദേശിക്കാൻ പറ്റില്ല. ഏത് ഹിയറിംഗ് എയ്ഡാണ് മിഷൻ ഒന്നായിരിക്കാം, പക്ഷെ അതിന്റെ ഫ്രീക്വൻസി ഒക്കെ അവരാണ് അത് സെറ്റ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഒരു കുഞ്ഞു സൗണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു സൗണ്ട് പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് അത് വലിയൊരു പ്രയാസമായി നേരിടും. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ENT കൺസൾട്ടേഷൻ എടുക്കുന്നത്. ENT കൺസൾട്ടേഷൻ നമുക്ക് അത് സൗജന്യമായ ഒരു ENT കൺസൾട്ടേഷൻ കൊടുത്ത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുകയാണ് ഇത്തരം രോഗികൾക്ക് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന രോഗികൾ ഹിയറിംഗ് എയ്ഡിന് പറ്റിയ ആളുകളാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ 30 പേർക്ക്, നിർദ്ധരായ 30 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. പലപ്പോഴും എന്താ വെച്ചാൽ ഹിയറിംഗ് എയ്ഡിന്റെ അതിന്റെ വില കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് പല ആളുകളും അത് ഉപയോഗിക്കാനുള്ള പ്രയാസം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു സുവിസ്പർശത്തിന്റെ പേര് നമ്മൾ ഇത്തരം കാര്യം കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടതെങ്കിൽ നമ്മളെ പദ്ധതിയുടെ ഭാഗമായി അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിളിച്ച് അതിൽ അവരെ BPL കാർഡ് അതുപോലെ തന്നെ നമ്മളെ ആധാറിന്റെ ഒരു കോപ്പി കൂടി അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കുകയും അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ് ENT സംബന്ധമായ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് അതിന്റെ ബാക്കിയുള്ള ഏത് രോഗികളെ നമ്മൾ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് ഏതൊക്കെയാണ് ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത് തീരുമാനിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശമായിട്ട് വന്നിരിക്കുന്നത്. 1-2 കമ്പനികൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക. അപ്പൊ ആ കമ്പനി തന്നെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ പലപ്പോഴും ഇതിന്റെ പ്രയാസം നിങ്ങൾ പറഞ്ഞ പോലെ ഇതിന്റെ അറ്റൻഷൻ ഉണ്ടല്ലോ, സൗജന്യ കൺസൾട്ടേഷൻ ആണ്. കൺസൾട്ടേഷൻ നമുക്ക് പക്ഷെ ഒന്നുകൂടി നമ്മൾ കുറച്ചും കൂടി സ്ക്രൂട്ടനൈസേഷൻ അതിൽ വെക്കേണ്ടി വരും. അതിൽ ഇല്ല ഏത് ഏജ് ഗ്രൂപ്പിനും അത് പ്രായോഗികമായിട്ട് നമുക്ക് എടുക്കാം. നമുക്കൊരു 20 days കൊടുക്കാം. ഇന്ന് മുതൽ 20 ദിവസത്തേക്കുള്ള സമയം കൊടുക്കാം. കോട്ടക്കലിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ്, ഓപ്പറേഷൻസിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറെ വർക്ക് ചെയ്യുന്നത് ശ്രീഹരി എന്നാണ് പേര്. ഇത് ഷംസീർ ആണ്. ഇദ്ദേഹം ഓപ്പറേഷൻ മാനേജറാണ്, ഓപ്പറേഷൻസ് മാനേജറാണ് ഷംസീർ.